നമുക്കിതേ ഡോക്ടർ കൊടുക്കാനുണ്ട്. നമസ്കാരം. ടീച്ചർമാർ ആരും തെറ്റിദ്ധരിക്കരുത്. ബിക്കോസ് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറൊന്നുമല്ല. നമ്മുടെ ഇവിടെയുള്ള കുറച്ച് അമ്മമാരെ തിരുവാതിരയൊക്കെ പഠിപ്പിച്ച് അങ്ങനെ അതാണ്. അപ്പോൾ നമ്മുടെ സന്തോഷ് എപ്പോഴും പറയുമായിരുന്നു കലയിലൂടെയാണ് നമുക്ക് കലാപം ഒഴിവാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ എൻ്റെ വക ചെറിയൊരു കോൺട്രിബ്യൂഷനാണത്. സന്തോഷിൻ്റെ ആ വാക്ക് ഞാൻ പ്രത്യേകം കടമെടുത്തിരിക്കുവാണ്. അത് എൻ്റെ ചെറിയ കോൺട്രിബ്യൂഷനാണ്. കുറച്ച് ആൾക്കാരെ കുറേ കുട്ടികളുണ്ട്. എനിക്കൊരു 10-40 സ്റ്റുഡൻസ് ഉണ്ട് ഞാൻ തിരുവാതിര പഠിപ്പിക്കുന്നത്. കൂടാതെ എനിക്കൊരു ജോലിയുണ്ട്. ഞാനൊരു ജോലിയാണ് കേരള കസ്റ്റമർ കെയർ നോക്കുന്ന മാരുതിയുടെ ഒരു സ്റ്റാഫും കൂടിയാണ് ഞാൻ. അപ്പോൾ സമയം കണ്ടെത്തിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ദിവസം ഫുള്ള് ഞാൻ ഇവർക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുവാണ്. ഇന്ന് ഡോക്ടർ പറഞ്ഞ ഈ ക്ലാസ് എൻ്റെ ഒരു സന്തോഷം തന്നെ പറഞ്ഞു, ടീച്ചർ എന്തായാലും വരണം. അപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വന്നില്ലായിരുന്നെങ്കിൽ വളരെ വലിയൊരു നഷ്ടമായേനെ. എനിക്ക് എന്തായാലും വളരെ സന്തോഷമായി. കാരണം നമ്മളറിയാത്ത പല കാര്യങ്ങളും, കാരണം ഇതൊന്നും നമുക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. ഒന്നും എന്താ പറയുക ഇതിനെക്കുറിച്ചൊരു അതെ ഞാനാണെങ്കിൽ 4 പേരെ എൻ്റെ കൂടെ നിർബന്ധമായിട്ട് കൊണ്ടുവരികയും ചെയ്തു വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ പറഞ്ഞ മാതിരി ചെറിയ എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഒരു ക്ലാസ്സിൽ കൂടെ ഒന്നും ആയില്ല. അത് ഡോക്ടർ തന്നെ പറഞ്ഞു ഇതൊന്നും അല്ലെന്ന്. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് വളരെ മഹത്വമാണ്. അപ്പോൾ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി. കൂടാതെ നിങ്ങളെല്ലാവരും വളരെ ക്ഷമയോ എന്ന് വെച്ചാൽ എന്താ പറയുക വളരെ സന്തോഷത്തോടുകൂടി നല്ല നല്ല മറുപടികളൊക്കെ കൊടുത്തു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഡോക്ടർ ഈ ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയും ഡോക്ടറുടെ ഇതുമാതിരിയുള്ള ക്ലാസ്സുകൾ കേൾക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം പറഞ്ഞു പുഷ്പഞ്ചേട്ടൻ പറഞ്ഞു ഡോക്ടർ ഒരു ദിവസം കൂടെ കിട്ടുമെന്ന്. ഒരു ദിവസം കിട്ടിയാൽ പോരാ, കഴിയുന്നത്ര ദിവസം കിട്ടണം പുഷ്പഞ്ചേട്ടാ. അതാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ അവിടെ ഇരുന്ന് കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ജൈവ കൃഷി ആയുർവേദം ഏകദേശം ഒരേ രീതിയിലല്ല. അതിനകത്തും പറയുന്നത് ജൈവ കൃഷി എന്ന് പറയുന്ന ആരോഗ്യം. ഇന്ന് വേറെയും കുറെ പറയുന്നുണ്ട്. ആരോഗ്യം, സമ്പത്ത്, സൗന്ദര്യം, മനസ്സമാധാനം, അതെ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഈ ഡോക്ടർക്ക് ഇത് ഒരു ചെറുതൊരു കൈകൊണ്ട് കൊടുത്താൽ പോരാ. നന്ദി പറഞ്ഞതുകൊണ്ട് ഒന്നും ആവില്ല. നന്ദിയേക്കാളുപരി നമുക്ക് എല്ലാവർക്കും കൂടെ നിർത്താതെ ഒരു കൈയടി ഡോക്ടർക്ക് കൊടുക്കണം.